നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. വനിതാ നേതാക്കളടക്കം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം സമ്മർദ്ദം ശക്തമാക്കിയിട്ടും രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ രാജിവെക്കുമോ അതോ രാജിവെപ്പിക്കുമോ? ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ എത്ര പ്രതിരോധിച്ചാലും പൊതിഞ്ഞു പിടിച്ചാലും രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും താൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് പ്രവർത്തകരോട് മാപ്പ് ചോദിക്കുന്നെന്നും രാഹുൽ. അവന്തികയുമായി നടത്തിയ ചാറ്റും ശബ്ദരേഖയും പുറത്തുവിട്ടു. എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ച് രമേശ് ചെന്നിത്തല. പ്രതികരിക്കാതെ VD സതീശൻ. രാജ്യസാധ്യത തള്ളാതെ KC വേണുഗോപാലും സണ്ണി ജോസഫും. നേതാക്കൾ പിന്നിൽ നിന്ന് കുത്തിയെന്ന് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ നിരപരാധിത്വം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും രാഹുൽ. IPS ഉദ്യോഗസ്ഥൻ വനിതാ SIമാർക്ക് മോശം സന്ദേശങ്ങൾ അയച്ചതായി പരാതി. DIG അജിത ബീഗത്തിന് ലഭിച്ച പരാതികൾ SP മെറിൻ ജോസഫ് അന്വേഷിക്കുമെന്ന് DGP. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയം. പരീക്ഷിച്ചത് താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗ ശത്രു വിമാനങ്ങളെ വരെ നിർവീര്യമാക്കാൻ കഴിയുന്ന സംവിധാനം. പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലെന്ന് DRDO. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം ബാധിച്ച വയനാട് തരുവണ സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. രോഗബാധിതർ വർദ്ധിച്ചതോടെ ആരോഗ്യവകുപ്പ് ആശങ്കയിൽ. ചികിത്സയിൽ കഴിയുന്നവർ 8 പേർ. കൊച്ചി ഹാർബറിലെ വെള്ളംകോരി തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂലി വ്യവസ്ഥ ബാധകമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. ബോട്ടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പണം നൽകേണ്ടി വരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ. വരുമാനത്തിന്റെ 2% ഈടാക്കുന്നുവെന്നും ആക്ഷേപം. ടോപ്പ് 10 സ്പെഷ്യൽ. ഉത്തരേന്ത്യയിൽ പലയിടത്തും മഴക്കെടുതി. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5 മരണം. കത്വയിൽ മിന്നൽ പ്രളയം. ജമ്മുകശ്മീരിൽ ഓറഞ്ച് അലേർട്ട്. രാജസ്ഥാനിലും ഒഡീഷയിലും ശക്തമായ മഴ. ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ചേതേശ്വർ പൂജാര. വിരമിക്കൽ പ്രഖ്യാപിച്ചത് എക്സ്പോസിലൂടെ. ഇന്ത്യക്കായി 103 ടെസ്റ്റും 5 ഏകദിന മത്സരങ്ങളും കളിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലം കോർപ്പറേഷൻ. ജനവാസ മേഖലയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കോർപ്പറേഷൻ ജീവനക്കാരുടെ അറിവോടെ. നടപടിയുമായി ആരോഗ്യവകുപ്പ്. എഴുത്തെത്തും അകലെ നിന്ന് ഉയരെ നിന്ന്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെയും രാജി പ്രഖ്യാപിക്കാതെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്താ സമ്മേളനം. പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങൾക്ക് മാത്രം. വാർത്താ സമ്മേളനത്തിന് തൊട്ടുപിന്നാലെ പാർട്ടിക്കുള്ളിലെ വിമർശകർക്ക് പരോക്ഷ മറുപടി നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റും രാഹുൽ പങ്കുവച്ചു. തന്നെ കൊടുക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് സ്ഥാപിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തിക ഈ മാസം 1 അയച്ച ചാറ്റും ശബ്ദരേഖയും പുറത്തുവിട്ടാണ് രാഹുൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അവന്തിക ആരോപണം ഉന്നയിക്കും മുമ്പ് തന്നെ വിളിച്ചു. മാധ്യമപ്രവർത്തകൻ വിളിച്ച ശബ്ദരേഖ അയച്ചു തന്നു. കൊടുക്കാൻ ശ്രമമെന്ന് തന്നോട് പറഞ്ഞുവെന്നും രാഹുൽ വിശദീകരിക്കുന്നു. ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി.
അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്ന് പറഞ്ഞ രാഹുൽ താൻ കാരണം പാർട്ടിക്ക് തലകുനിക്കേണ്ടി വരരുതെന്നും പാർട്ടി പ്രവർത്തകരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തി ഒരു കുറിപ്പും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സംഘടിതമായി ആക്രമിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും സ്തുതിപാഠകർ വിമർശകരായിട്ടും പരിഭവങ്ങളില്ലാതെ രാഹുൽ ഗാന്ധി പോരാടുന്നുവെന്നാണ് രാഹുൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രസ്ഥാനമാണ് വലുതെന്നും പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണെന്നും പോസ്റ്റിൽ പറയുന്നു. ശേഷം MLA ബോർഡ് വെച്ച വാഹനത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ രാഹുൽ തിരുവനന്തപുരത്തേക്കാണ് യാത്രയെന്ന സൂചന തന്നിരുന്നുവെങ്കിലും മിനിറ്റുകൾക്കകം തിരിച്ചെത്തിയ രാഹുലിനോട് രാജി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞുവെന്നായിരുന്നു മറുപടി. അമൃത ന്യൂസ്, പത്തനംതിട്ട. MLA സ്ഥാനം രാജിവെക്കാൻ രാഹുലിന് മേൽ സമ്മർദ്ദമേറുകയാണ്. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പാർട്ടി മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് കെ മുരളീധരനും പറഞ്ഞു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിന്മേൽ സമ്മർദ്ദമേറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടം രാജി സമർപ്പിക്കണമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും പാർട്ടിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും അറിയിച്ചത്. രാഹുലിനെതിരെ പുറത്തുവരുന്ന ശബ്ദരേഖകൾ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണെന്നും മാതൃകാപരമായ തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും കെ മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാനും ഘടകകക്ഷി നേതാവ് KK രമയുമാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെതിരെയുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഭയപ്പാടുണ്ടാക്കുന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ ആശയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. അതേസമയം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പേ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടോ എന്ന നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കടുത്ത നിലപാടുകളും കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. രാഹുൽ പ്രശ്നത്തിലൂടെ പാർട്ടിക്കുണ്ടായ കളങ്കം രാഹുലിന്റെ രാജിയിലൂടെ പരിഹരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവതരമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതേസമയം അധ്യക്ഷ പദവി രാജിവെച്ചതോടെ മാതൃകാപരമായ നടപടി പാർട്ടി എടുത്തുവെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. വൈകാതെ ഇത്തരം കാര്യങ്ങൾ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കാം. എന്നാൽ രാഹുലിന്റെ രാജി വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞുമാറി. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്തെടുക്കും. എന്നാൽ ജനങ്ങളോട് ധാർമ്മികത കാണിക്കണമെന്നും രാജിവെച്ച് മാറി നിൽക്കണമെന്നും ഉമാ തോമസ് MLA ആവശ്യപ്പെട്ടു. നിമിഷം മുമ്പ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാണെന്ന് ജബി മേത്തർ MP പ്രതികരിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് അസാധാരണവും അതീവ ഗൗരവതരവുമായ സംഭവമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. എന്തായാലും നല്ല സംരക്ഷണത്തോടുകൂടി വളർത്തിക്കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കുന്നത് KC വേണുഗോപാലും VD സതീശനുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. രാഹുൽ രാജിവെക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. രാജിയിൽ കവിഞ്ഞൊന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടായ ക്യാൻസറാണെന്ന് PV അൻവർ വിമർശിച്ചു. 1, 2, 3, 4, 5, 6 എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി വനിതാ SIമാർ. മോശം പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശം അയച്ചതിന് DIG അജിത ബീഗത്തിനാണ് 2 വനിതാ SIമാർ പരാതി നൽകിയത്.
DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SP മെറിൻ ജോസഫിനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചു. തലസ്ഥാനത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെയാണ് മോശം പരാമർശമടങ്ങിയ സന്ദേശങ്ങൾ അയച്ചതായി ചൂണ്ടിക്കാട്ടി 2 വനിതാ SIമാർ DIG അജിത ബീഗത്തിന് പരാതി നൽകിയത്. തെക്കൻ ജില്ലയിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ സന്ദേശം അയച്ചു എന്നാണ് പരാതി. തിരുവനന്തപുരത്ത് സുപ്രധാന പദവിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജോലി നോക്കുന്നത്. നേരത്തെ ക്രമസമാധാന ചുമതലയടക്കം ഇദ്ദേഹം വഹിച്ചിരുന്നു. പരാതിക്കൊപ്പം സന്ദേശങ്ങളുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ SIമാരിൽ നിന്നും മൊഴിയെടുത്ത DIG ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോഷ് ആക്ട് പ്രകാരം അന്വേഷണം വേണമെന്ന് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് SP മെറിൻ ജോസഫിനെ DGP അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ IPS ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ബഹിരാകാശ മേഖലയിലെ നിർണായക ചുവടുവെപ്പുകൾക്കായുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി തുടരുന്നു. ഒപ്പം പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഒഡീഷ തീരത്ത് വെച്ചാണ് പരീക്ഷണം നടന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് എക്സ്പോസ്റ്റ് വഴി ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള ബഹുതല പ്രതിരോധ കവചമാണ് ഇത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗ ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള നിർണായക പരീക്ഷണവും പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിന് സമീപം ശ്രീഹരിക്കോട്ടയിലായിരുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റിന്റെ പരീക്ഷണം. ISROയും നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ശേഷിയും സുരക്ഷയും സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക ഘട്ടമാണ് ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ യാത്രികർ ഉൾപ്പെടുന്ന ക്രൂ മോഡ്യൂൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിയുമോ എന്നാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മാതൃക പുറത്തിറക്കിയത്. 2028 ആകുമ്പോഴേക്കും ആദ്യ മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ സ്ഥാപിക്കുക. 2035 ആകുമ്പോഴേക്കും 5 മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്തിലെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും BAS പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വയനാട്ടിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു. വെള്ളമുണ്ട തരുവണ സ്വദേശിക്കാണ് അമീബിക് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8ആയി. തരുവണ സ്വദേശിയായ 25-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 45-കാരന് കഴിഞ്ഞ ദിവസം അമീബിക് സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം സ്വദേശികളായ 49-കാരനും 47-കാരനും 11-കാരിയും കോഴിക്കോട് സ്വദേശികളായ 38-കാരനും 3 മാസം പ്രായമുള്ള കുഞ്ഞും ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുള്ള അനയ്യയുടെ സഹോദരനും ഉൾപ്പെടെ 8 പേരാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യവകുപ്പിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളിൽ നിന്നോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ ആവാം രോഗബാധയേറ്റതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി ഹാർബറിലെ വെള്ളംകോരി തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കും കൂലി വ്യവസ്ഥ ബാധകമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ആവശ്യപ്പെടുന്നു. ബോട്ടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ജോലി ചെയ്തിരുന്ന ഇവർക്കിപ്പോൾ അനാവശ്യമായി പണം നൽകേണ്ടി വരികയാണ്. വരുമാനത്തിന്റെ 2% വെള്ളംകോരികൾക്ക് നൽകേണ്ടത്. ഇത് വൻ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് മത്സ്യ ബോട്ടുടമകളും തൊഴിലാളികളും ആരോപിക്കുന്നു. ഇതാണ് ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യൽ. വർഷങ്ങൾക്ക് മുൻപ് തോപ്പുംപടി ഹാർബറിൽ ബോട്ടുകളിലേക്ക് വെള്ളമെത്തിച്ചു നൽകാനാണ് വെള്ളംകോരി തസ്തിക ആരംഭിച്ചത്. പിന്നീട് കൊച്ചിൻ പോർട്ട് ബോട്ടുകളിലേക്ക് വെള്ളമെത്തിക്കാൻ പൈപ്പുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ബോട്ടുകൾ ഹാർബറിൽ അടുപ്പിക്കുമ്പോൾ വടം കെട്ടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്.
എന്നാൽ ഇവർക്ക് അനാവശ്യമായി പണം നൽകേണ്ടി വരുന്നതായാണ് ബോട്ട് തൊഴിലാളികൾ ആരോപിക്കുന്നത്. അപ്പോൾ അവർക്ക് പേഴ്സിൻ ബോട്ട് കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ 2%, മത്സ്യവിലയുടെ 2% കൊടുക്കണമെന്നുള്ളവരാണ്. ഒരു വ്യവസ്ഥാപിതമില്ലാത്ത കൂലിമാർഗം. കാര്യം മത്സ്യത്തൊഴിലാളിയും ബോട്ട് മുതലാളിയും ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവനുള്ളതാണ് ഷെയർ എന്ന് പറയുന്നത്. ബാക്കി ബോട്ടിൽ അനുബന്ധ മേഖലയിൽ ആര് ജോലി ചെയ്താലും അവന് നമ്മൾ കൂലിയാണ് കൊടുക്കുന്നത്. ഹാർബറിലെ 14 സെഷനിൽ 13 സെഷൻകാരും കൂലിയാണ് വാങ്ങുന്ന വേതനമായിട്ട്. ഒരു സെഷൻ മാത്രം ഈ 2% വേതനം വാങ്ങുന്നു. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടാൽ എത്ര രൂപ അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം. വരുമാനത്തിന്റെ 2% വെള്ളംകോരികൾക്ക് നൽകേണ്ടി വരുന്നു. കടലിൽ നിന്നും കുറച്ച് മത്സ്യം മാത്രം കിട്ടുന്ന സമയത്തും വെള്ളംകോരികൾക്ക് ഇവരുടെ വിഹിതം നൽകണം. ബോട്ടുടമകളും തൊഴിലാളികളും ഇവരുടെ പങ്ക് വിഹിതം വെക്കുന്നതിന് മുൻപായാണ് വെള്ളംകോരികൾക്ക് വിഹിതം നൽകേണ്ടത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. 3 ലക്ഷം രൂപയുടെ ക്യാച്ചിങ് ഇപ്പം നമുക്ക് തിങ്കളാഴ്ച പോയിട്ട് നമുക്ക് കിട്ടി. ആ 3 ലക്ഷം രൂപക്ക് നമുക്കൊരു 30,000 രൂപ നമുക്ക് RC നമ്പർ തരും. ആ 30,000 രൂപ ഞങ്ങൾ 30 ആൾ കൂടി പങ്കിട്ടെടുക്കും. 200 രൂപ പാറ്റയും കിട്ടും. അപ്പം ഞങ്ങൾക്ക് ഒരാളിന് 1200 രൂപ ആ 3 ലക്ഷം രൂപക്ക് കിട്ടും. ഇത് അത് കഴിയുമ്പോൾ അപ്പം തന്നെ മറ്റവർക്ക് 3 ലക്ഷം രൂപക്ക് 6,000 രൂപ അവർക്ക് കൊടുക്കണം. നോക്കൂലിയായിട്ട് 6,000 രൂപ അവർക്ക് കൊടുക്കണം. അത് എത്ര ബോട്ടുണ്ട് ആ എല്ലാ ബോട്ടിൽ നിന്നും കൊടുക്കണം. അവർ ആ 74 പേരും കൂടെയാണ് അത് പങ്കിട്ടെടുക്കുന്നത്. ഈ 3 ലക്ഷം രൂപയുടെ കാച്ചിങ് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ 3 ലക്ഷം രൂപ ഡീസൽ കടം പാറ്റേനത്തിൽ ഇത് അങ്ങോട്ട് പോയി ഞങ്ങൾക്ക് 10 പൈസ കിട്ടിയില്ല. ഹാർബറിൽ 13 സെക്ഷനുകളിലും കൃത്യമായ കൂലി വ്യവസ്ഥയുണ്ട്. എന്നാൽ വെള്ളംകോരികൾക്ക് മാത്രം അതില്ല. നിയമവിരുദ്ധ കൂലി വ്യവസ്ഥക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളികൾ ഹാർബറിൽ പ്രതിഷേധിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കടലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവ് കുറഞ്ഞതോടെ ബോട്ടുകൾ നഷ്ടത്തിലാണ്. ഇതിനിടെയാണ് നിയമവിരുദ്ധമായി കൂലി വ്യവസ്ഥയും നിലനിൽക്കുന്നത്. വെള്ളംകോരികൾക്ക് കൂലി വ്യവസ്ഥ നടപ്പിലാക്കണമെന്നും ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. വെള്ളംകോരി പണിയെന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് വെക്കലാണ് അവരുടെ പണി. അന്നത്തെ ഇപ്പോഴും അവർ ആ പണി ഉണ്ടെന്നും പറഞ്ഞാൽ നിൽക്കണം. അവർക്ക് ആ പണിയില്ല. ഇപ്പം ബോട്ട് വരുമ്പോൾ കയറ് മേടിക്കും, അത് കെട്ടിയിടും, അവരങ്ങോട്ട് പോകും. മീനിൻ്റെ കച്ചവടം കഴിഞ്ഞ് തരകൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയിട്ട് അവരവരുടെ 2% മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ പണി. അപ്പോൾ അതിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഹാർബറിൽ എപ്പോഴും പ്രശ്നങ്ങളുടെ ഒരു കണക്കാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കാര്യം മത്സ്യത്തൊഴിലാളി അവിടെ സുരക്ഷിതമില്ലാത്ത രീതിയാണ് അവിടെ വന്നിട്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും മത്സ്യത്തൊഴിലാളികളാണ് അത് അവിടെ വരുന്നത്. കാര്യം പരമ്പരാഗതമായി മത്സ്യമേഖലയാണ് ഇതിൻ്റെ. മറ്റ് തൊഴിലാളികളെന്ന് വെച്ചാൽ അനുബന്ധ തൊഴിലാളികളാണ്. മത്സ്യമേഖലയിൽ മത്സ്യം പിടിച്ചുകൊണ്ട് തന്നെ വെളുപ്പിന് 2 മണിക്ക് 1 മണിക്കൂറിട്ട് പോയി ജോലി ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവരുടെ ഹുങ്കുകളാണ് അവിടെ നടക്കുന്നത്. കൂടുതലും ഇവർ പറയുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നുള്ളത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വെറുതെ അവഗണന മാത്രമാണ്. ഒരുപാട് കടലിൽ നിന്ന് കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഞങ്ങൾക്ക് അമിതമായി കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവർക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് പിന്നെ കണക്ക് ചോദിക്കാൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കടലിൽ നിന്ന് മീൻ കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട്. അല്ലാതെ ഈ മത്സ്യബന്ധനം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് ബോട്ട് ഗവൺമെൻറ്റിലേക്ക് രജിസ്ട്രേഷൻ ഫീസ്, ലൈസൻസ് ഫീസ് ഇതെല്ലാം അടച്ചാണ് തൊഴിലാളികൾ വേണം. തൊഴിലാളിക്കും ഇതെല്ലാം ഉണ്ട്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ കൊച്ചി ഹാർബറിലെ വെള്ളംകോരി തസ്തികയിലെ പ്രധാന പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രശ്നമാണ് ബോട്ടുടമകളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു കൂലി വ്യവസ്ഥ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് തന്നെയാണോ ഇവർ ആവശ്യപ്പെടുന്നത്? കടലിലേക്ക് പോകുന്ന ബോട്ടുകളിലേക്ക് വെള്ളം എത്തിച്ചു നൽകാനാണ് വർഷങ്ങൾക്ക് മുൻപ് തോപ്പുംപടി ഹാർബറിൽ ഈ വെള്ളംകോരി തസ്തിക എന്നത് ആരംഭിച്ചിരുന്നത്. എന്നാൽ നിലവിലിപ്പോൾ ബോട്ടുകളിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് പൈപ്പ് കണക്ഷനുണ്ട്. ഇതിൽ നിന്നാണ് ബോട്ടുകൾ വെള്ളം ശേഖരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളംകോരി തസ്തിക അനാവശ്യമാണ്, ഇത് ഒഴിവാക്കണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഇവർക്ക് 2% വിഹിതമായിട്ട് ഈ വെള്ളംകോരികൾക്ക് നൽകി വരുന്നത്. ഇത് ബോട്ടുകളുടെ ഓപ്പറേഷൻ കോസ്റ്റ് മാറ്റുന്നതിന് മുൻപായി തന്നെ ഇങ്ങനെ ഈ പണം നൽകേണ്ടി വരുന്നു. ഇത് സാധാരണഗതിയിൽ ചില ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് വരുമാനം കുറവായിട്ട് വരുന്ന ഒരു ദിവസമുണ്ടാവും. ആ സമയങ്ങളിൽ തൊഴിലാളികളും ബോട്ടുടമകളും ഇവരുടെ വീതം പങ്കുവെക്കുന്നതിന് മുൻപേ തന്നെ ഈ വെള്ളംകോരികൾക്ക് നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊഴിലാളികൾക്കോ ഉടമകൾക്കോ
ഇവർക്ക് നഷ്ടമായതിൻ്റെ കൃത്യമായ തുക തിരികെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വലിയൊരു കടക്കണിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു അനാവശ്യ തസ്തിക ഇവിടെ നിന്നും പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബോട്ട് തൊഴിലാളികളും ഉടമകളും ഇവിടെ സമരം നടത്തിയിരുന്നത്. ഏതായാലും ഈ സമരം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനെ ചർച്ചയുണ്ടാകുമെന്നും ഈ ചർച്ചയിൽ ഇവർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് അറിയിച്ചതിനെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, കൊച്ചി ഹാർബറിലെ വെള്ളംകോരി തസ്തികയിൽ കൂലി വ്യവസ്ഥ നടപ്പിലാക്കണമെന്നും അതോടൊപ്പം തന്നെ ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ബോട്ടുടമകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ. ഉത്തരേന്ത്യയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ജമ്മുകശ്മീരിൽ കനത്ത മഴ തുടരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും പ്രളയസമാനമായ സാഹചര്യമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകി. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലെ സഹർഗാത്ത് നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിന് കനത്ത നാശനഷ്ടമുണ്ടായി. പ്രദേശത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് നദി കരകവിഞ്ഞൊഴുകി. ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലും കത്വ ജില്ലയിലെ സഹർഗത്ത് അരുവിക്ക് കുറുകെയുമുള്ള പ്രധാന പാലത്തിന് കനത്ത മഴയിൽ കേടുപാടുകൾ സംഭവിച്ചതായും 2 പാലങ്ങളിലെ ഗതാഗതം നിർത്തിവെച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടെ കിഷ്ത്വാറിലെ മിന്നൽ പ്രളയത്തിൽ പരിക്കേറ്റവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിച്ചു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമുണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജസ്ഥാനിലും ഒഡീഷയിലും ഗുജറാത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. രാജസ്ഥാനിൽ ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ആഗസ്റ്റ് 30 വരെ ഗുജറാത്തിലും ആഗസ്റ്റ് 26 വരെ രാജസ്ഥാനിലും കനത്ത മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിലും അടുത്ത ആഴ്ച കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ചേതേശ്വർ പൂജാര എക്സിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അവസരങ്ങൾ ലഭിക്കാത്തതാണ് 37 വയസ്സുകാരനായ പൂജാര വിരമിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ഒരു പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വിശ്വസ്തനായിരുന്നു ചേതേശ്വർ പൂജാര. വിരമിക്കൽ സംബന്ധിച്ച് പൂജാര സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത്. രാജ്കോട്ട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നെത്തിയ തനിക്ക് ആഗ്രഹിച്ചതിലധികം ക്രിക്കറ്റ് നൽകിയെന്നാണ് തന്റെ വിടവാങ്ങൽ കുറിപ്പിൽ പൂജാര വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിനായി കളിക്കാനായതിൽ അഭിമാനമുണ്ടെന്നും പൂജാര കുറിക്കുന്നു. ക്രിക്കറ്റ് ജീവിതത്തിൽ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും BCCIക്കും സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനും പൂജാര നന്ദി പറഞ്ഞു. 2010 മുതൽ 2023 വരെ 103 ടെസ്റ്റുകളിൽ ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. പിന്നീട് ടെസ്റ്റ് ടീമിൽ അവസരം ലഭിച്ചില്ല. ടെസ്റ്റിൽ 19 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 7195 റൺസ് ചേതേശ്വർ പൂജാര സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദിനത്തിൽ 5 മത്സരങ്ങളും കളിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 278 മത്സരങ്ങളിൽ നിന്ന് 21,301 റൺസും അടിച്ചെടുത്തു. ആഭ്യന്തര ക്രിക്കറ്റിൽ 66 സെഞ്ചുറികൾ പൂജാരയുടെ പേരിലുണ്ട്. 2010 ഓസ്ട്രേലിയക്കെതിരെ ബംഗളൂരുവിലായിരുന്നു പൂജാരയുടെ രാജ്യാന്തര അരങ്ങേറ്റം. 2012 ഹൈദരാബാദിൽ ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിലാണ് ടെസ്റ്റിലെ കന്നി സെഞ്ചുറി പൂജാര നേടിയത്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അവസാനത്തെ രാജ്യാന്തര മത്സരം. ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിൽ യോർക്ക്ഷയർ, ഡെർബിഷെയർ, സക്സസ് ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. IPLൽ പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളുടെ ഭാഗവുമായിരുന്നു. രാഹുൽ ദ്രാവിഡിന് ശേഷം ഒരു ദശകത്തോളം 3-ാം നമ്പറിൽ ഇന്ത്യയുടെ വിശ്വസ്തനായി വളർന്ന പൂജാര പ്രതിരോധത്തിന്റെ പേരിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്കും കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്കും പൂജാരയെ പരിഗണിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും യുവതാരങ്ങൾക്കാണ് സെലക്ടർമാർ പരിഗണന നൽകിയത്. ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കുമെതിരായ ടെസ്റ്റ് പരമ്പരകളിൽ കമന്റേറ്ററായും പൂജാര ശ്രദ്ധേയനായിരുന്നു.
രഞ്ജി ട്രോഫിയുടെ 2025 സീസണിലും സൗരാഷ്ട്രയുടെ താരവുമായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ സീസണിൽ ആദ്യ ജയം. ട്രിവാൻഡ്രം റോയൽസിനെ മറികടന്നാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ടൂർണമെന്റിലെ ആദ്യ വിജയം സ്വന്തമാക്കിയത്. ട്രിവാൻഡ്രം റോയൽസിനെതിരെ 174 റൺസ് വിജയലക്ഷ്യം 19 ഓവറിൽ കാലിക്കറ്റ് മറികടന്നു. കാലിക്കറ്റിനായി അഖിൽ സ്കറിയയും സൽമാൻ നിസാറും അർദ്ധ സെഞ്ചുറി നേടി. പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടുകയും 3 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത അഖിൽ സ്കറിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ചെന്നൈയിൽ നടന്ന ദേശീയ ഇന്റർസ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ എം ശ്രീശങ്കറിന് സ്വർണം. ലോങ് ജമ്പിൽ 8.06 മീറ്റർ ചാടിയാണ് താരം ഒന്നാമതെത്തിയത്. കർണാടകയുടെ എസ് ലോകേഷ് 7.71 മീറ്റർ ചാടി വെള്ളി നേടി. തമിഴ്നാടിന്റെ സ്വാമിനാഥൻ ആർ 7.70 മീറ്റർ ചാടി വെങ്കലവും നേടി. കാൽമുട്ടിനേറ്റ പരിക്കിൽ നിന്ന് ഭേദമായ ശേഷമാണ് എം ശ്രീശങ്കറിന് കരിയറിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലം കോർപ്പറേഷൻ. നഗരത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്തായി ജനവാസ മേഖലയിൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ അറിവോടെ നിക്ഷേപിക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യങ്ങൾ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് കോർപ്പറേഷനെതിരെ നടപടി ആരംഭിച്ചു. കൊല്ലം ജില്ലയിൽ ടൗണിന്റെ ഒത്ത നടുവിലായുള്ള സ്ഥലം. മുൻ മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ വാർഡായ താമരക്കുളം ഡിവിഷനിൽപ്പെട്ട സ്ഥലം. മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതാകട്ടെ കോർപ്പറേഷനിലെ ജീവനക്കാരും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും കുന്നുകൂടിയതോടെ തെരുവുനായ്ക്കളുടെ ശല്യവും കൂടി. ഇതിനു സമീപത്തായി അങ്കണവാടിയും 20ഓളം കുടുംബങ്ങളുമുണ്ട്. പകർച്ചവ്യാധികളുടെയും ഇഴജന്തുക്കളുടെയും പേടിയിലാണ് ഈ കുടുംബങ്ങൾ. മാലിന്യ കൂമ്പാരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കുമിടയിൽ തെരുവുനായ്ക്കൾ പെറ്റുപെരുകുന്നു. ഇങ്ങോട്ട് വരുന്ന എല്ലാം പുറത്തുള്ള ചവറുകൾ, അങ്ങോട്ട് നിന്ന് റോട്ടിൽ ഇരുന്ന് വരും, ഇങ്ങോട്ട് ഇരുന്ന് വരും. വണ്ടി കണക്ക് കൊണ്ട് തട്ടും അവർ, നേരം വെളുത്ത് ഇരുട്ടുന്നവര്. കോർപ്പറേഷൻകാർ പറയാതെയാണ് അവർ കൊണ്ട് തട്ടുന്നത്. ഈ മഴ സമയത്താവുമ്പോൾ വണ്ടി വന്ന് ഇളക്കിയിട്ട് തിരിക്കുമ്പോൾ ഇരുട്ടി ഇരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു വാടക ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. സമീപത്തെ കടകളിൽ നിന്നും മറ്റുമാണ് ഇവിടെ മാലിന്യങ്ങൾ ഇടുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കോർപ്പറേഷനിലെ ജീവനക്കാർ തന്നെയാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. KSRTC സ്റ്റാൻഡിനായാണ് മുൻപ് ഇവിടം കോർപ്പറേഷൻ ഏറ്റെടുത്തത്. എന്നാൽ ആ പദ്ധതി നടന്നില്ല. നഗരത്തിനു നടുവിലും കോർപ്പറേഷനു സമീപത്തുമായുള്ള ഇവിടം മറ്റു പല പദ്ധതികൾക്കുമായി വിനിയോഗിക്കാം എന്നിരിക്കെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജില്ലാ ആരോഗ്യവകുപ്പ് കോർപ്പറേഷന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന മാലിന്യ കൂമ്പാരം, തെരുവുനായ്ക്കളെ വളർത്തിവിടുന്ന ഇടം, ഇത് രണ്ടുമായി ഇന്നിവിടം മാറിക്കഴിഞ്ഞു. നടപടി സ്വീകരിക്കേണ്ട കൊല്ലം കോർപ്പറേഷന്റെ അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ കുറ്റം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുള്ള വോട്ട് മാർഗമാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് BJP നടത്തുന്ന നീക്കമാണിതെന്നും രാഹുൽ ഗാന്ധി. അതേസമയം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പാട്നയിൽ പറഞ്ഞു. വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി ആരാരിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുള്ള വോട്ട് മാർഗമാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് രാഹുൽ ഗാന്ധി. ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് BJP നടത്തുന്ന നീക്കമായതുകൊണ്ടാണ് അവർക്ക് പരാതിയില്ലാത്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. वोटर 65 लाख कटे, मगर बीजेपी कुछ नहीं कह रही. क्यों? क्योंकि पार्टनरशिप है. इलेक्शन कमीशन, इलेक्शन कमिश्नर और बीजेपी के बीच में पार्टनरशिप है. മരിച്ചതായി പ്രഖ്യാപിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ബീഹാറിലെ നിരവധി പേരെ കണ്ടെത്തിയെന്നും രാഹുൽ പറഞ്ഞു. വലിയ മാറ്റത്തിന് ബീഹാറിൽ തുടക്കം കുറിക്കും. പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രവിശങ്കർ പ്രസാദ് രംഗത്തെത്തി. നുണയും അസംബന്ധവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ക്ഷമയാണ് കോൺഗ്രസും RJDയും പരീക്ഷിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് പാട്നയിൽ വ്യക്തമാക്കി. तो आप सुप्रीम कोर्ट जाएंगे तो वहां का इंतजार नहीं करेंगे, आप चुनाव में हारेंगे तो चिल्लाएंगे, आप इलेक्शन पिटीशन नहीं फाइल करेंगे, आप एफिडेविट पर आरोप नहीं लगाएंगे और फिर भी कहेंगे जो हम कह रहे हैं वही सही है.
കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി മുതിർന്ന BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും രാഹുലിനും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്ന ആരോപണങ്ങൾക്കെതിരെ നിലകൊള്ളുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ പണി കഴിപ്പിച്ച മുസ്ലിം ലീഗിന്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് രാഷ്ട്രീയ ഉപദേശക സമിതി ചെയർമാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. 28 കോടി ചെലവിട്ട് ആധുനിക സൗകര്യത്തോടെയാണ് ഖായിദെ മില്ലത്ത് സെന്റർ എന്ന ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഇന്ത്യാ സഖ്യം നേതാക്കളും പങ്കെടുത്തു. Thank you, sir. Now people will tell that Indian Union Muslim League, the name itself is showing that this is a Muslim party. Our BJP friends, Sangh Parivar, they used to spread this. But I can say proudly, the political party who is carrying the name of Hindus cannot compete with the Indian Muslim League or secularism. I can tell that. ഇടവേളയ്ക്ക് ശേഷം ടോപ് 10 തുടരും.